ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ദിയ കൃഷ്ണയുടെ വെഡ്ഡിങ് 2 ദിവസം മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വെഡ്ഡിങ് ലുക്ക് അല്ലെങ്കിൽ ആ ഒരു വെഡ്ഡിങ് അറ്റയറിനെ കുറിച്ച് ധാരാളം ഇപ്പോൾ എന്താ പറയുക നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ ഒരു ലുക്ക് പോരാ, സിസ്റ്റേഴ്സ് കൂടുതൽ സ്കോർ ചെയ്തു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു വെഡ്ഡിങ് ലുക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോവാണ് ത്രൂ മൈ പെർസ്പെക്റ്റീവ് കേട്ടോ. അതുപോലെ തന്നെ വെഡ്ഡിങ്ങിന് നമ്മൾ സാരി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും കൂടി ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. അപ്പം നമുക്ക് വീഡിയോകളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ദിയകൃഷ്ണയുടെ ആ ഒരു ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്തിടയിൽ കണ്ടിട്ടുള്ള മലയാളികളായിട്ടുള്ള നമ്മുടെ സെലിബ്രിറ്റീസ് ആയാലും ഇപ്പോൾ കുറേ സെലിബ്രിറ്റീസിൻ്റെയും അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ വെഡ്ഡിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിലും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൻ്റെ ബേസിലാണ് പറയുന്നത്. എല്ലാവരെയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും ഏറ്റവും യുണീക്ക് ആയിട്ടും തോന്നിയത് എനിക്ക് ദിയകൃഷ്ണയുടെ വെഡ്ഡിംഗ് ആണ്. പ്രത്യേകിച്ച് ആ ഒരു വെഡ്ഡിങ് സാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ടും അതിന് ഇത്രമാത്രം നെഗറ്റീവ് കമൻസ് വരാൻ എന്താണ് കുഴപ്പം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ബേസിക്കലി നമ്മൾ 80% ഓഫ് മലയാളികൾക്കും ഈ നോർത്ത് ലുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. അതുമായിരിക്കും മേ ബി ഒരു റീസൺ വരിക. അതുപോലെ തന്നെ എന്താ പറയുക, ഈ കണ്ട സെലിബ്രിറ്റീസിൽ നിന്നൊക്കെ വളരെ യുണീക്ക് ആൻഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് സാരി തന്നെയായിരുന്നു ദിയകൃഷ്ണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് കൂടുതൽ ഒരു കൺവെൻഷണൽ കുറച്ച് ട്രഡീഷണൽ ലുക്ക് ഉണ്ട്. ബ്രൈഡ് ആണെങ്കിൽ ഗോ ഫോർ റെഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാർക്ക് കളേഴ്സ് സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ള രീതികളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇങ്ങോട്ട് പൊളിച്ചെടുക്കിക്കൊണ്ടുള്ള ഒരു ലുക്കായിരുന്നു ഇത്. സാരിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം കൂടുതൽ ഈ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കളർ തീമായിരുന്നു സാരിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആ ഒരു ലുക്കിനെ ഭയങ്കര യുണീക്ക് ആൻഡ് ക്ലാസ് ആക്കി എന്നുള്ളതാണ്. ഒരു വെഡ്ഡിങ് സാരിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി, അതുപോലെ തന്നെ അതൊരു കാഞ്ചീപുരം സിൽക്ക് സാരിയാണ്. അതിൽ എനിക്ക് തോന്നുന്നു എന്താ ഒരു അക്വാ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ് ചെയ്തേക്കുന്നത്. അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പിങ്ക് തിന്നായിട്ടുള്ള ഒരു ലൈൻ അതൊരു എംബ്രോയിഡറി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. ഒരു സാരി എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പേസ്റ്റൽ കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എനിക്ക് ഇതുപോലൊരു സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് സാരി ഭയങ്കര ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു തീരെ ഒരു ഭയങ്കര ഒരു ഡിമായിട്ടുള്ളൊരു കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പേസ്റ്റൽ കളറായിരുന്നു. ഒരു ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു സാരി വാങ്ങിയ സമയത്ത് എൻ്റെ വീട്ടിൽ ആർക്കും തന്നെ ഇഷ്ടമായിട്ടില്ല. നമ്മളൊരു ഹിന്ദു ഒരു എൻഗേജ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡാർക്ക് കളർ അല്ലെങ്കിൽ ഒരു പട്ടുപാവാട ധാവണി ലുക്ക് അങ്ങനത്തെ ഒരു സൗണ്ട് കുറച്ച് എന്താ പറയുക ഈ ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ, റോയൽ ബ്ലൂ അങ്ങനത്തെ കളേഴ്സാണ് കൂടുതൽ ആ ഒരു സമയത്ത് 22 ആ ഒരു സമയത്തൊക്കെ ആൾക്കാർ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് ഭയങ്കര ഒരു പേസ്റ്റൽ കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഓർഗാൻസ സാരി. അപ്പോൾ ആ ഒരു ടൈമിൽ ആ സാരി കണ്ടിട്ട് ആർക്കും തന്നെ ഇഷ്ടമായിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ സാരി ഉടുത്തിട്ട് നേരിൽ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയത് സാരിക്കായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ദിയകൃഷ്ണയുടെ ആ ഒരു വെഡ്ഡിങ് ലുക്ക് ഫോട്ടോയിൽ വന്നപ്പോൾ കുറച്ച് ഡിമ്മായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നേരിൽ കാണാൻ അത് അടിപൊളി സാരി ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അപ്പോൾ സാരിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ യുണീക്ക് സാരി ആയിരുന്നു. മേ ബി നെഗറ്റീവ്സ് വരാൻ കാരണം ഹെയർ ഇപ്പോൾ നമ്മൾ വെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, തലയിൽ ആ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെയിൽ ആയിട്ടുള്ള ലുക്കിൽ കൂടുതലും ഹെയർ കെട്ടിവെക്കുന്നതായിട്ടുള്ള ലുക്കുകളാണ് കണ്ടിട്ടുള്ളത്. മേ ബി അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ദിയകൃഷ്ണ ചെയ്തത് മുടി ഓപ്പൺ ആയിട്ട് ഇടുകയായിരുന്നു ചെയ്തത്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ അത് സെറ്റ് ചെയ്തിട്ട് അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബാക്ക് ടു നോർമൽ ആയി. അപ്പോൾ ഹെയർ കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതും കൂടി കൊണ്ടായിരിക്കും മേ ബി ആൾക്കാർക്ക് കുറച്ചുകൂടി നെഗറ്റീവായിട്ട് തോന്നാൻ കാരണം. പിന്നെ സാരി ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു സാരിയാണ്. അതുപോലെ തന്നെ അത് കുറച്ച് ആള് തിന്നായതുകൊണ്ട് തന്നെ ഡ്രേപ്പ് ചെയ്ത് വന്നപ്പോൾ ഫ്രണ്ട് പ്ലേറ്റ്സ് ഒക്കെ കുറച്ചൊന്ന് കൂടി നിന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടെ ആവാം ആ ഒരു ലുക്ക് ആളുകൾക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമാവാത്തെന്ന് തോന്നുന്നു. പക്ഷേ നല്ല യുണീക്ക് ആൻഡ് എലഗൻ ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ലുക്ക് ഇഷ്ടമാവും. എനിക്ക് പേഴ്സണലി നല്ലൊരു ഇഷ്ടമായിട്ടുള്ളൊരു ലുക്കാണ്. കാരണം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ലുക്കാണ്. നമ്മൾ നോർമൽ വേയിൽ നിന്നൊക്കെ ഭയങ്കര യുണീക്കായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ലുക്ക് കാണുമ്പോഴേക്കും വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ദിയകൃഷ്ണ ക്രിയേറ്റ് ചെയ്ത ലുക്കാണ് എന്നുള്ളൊരു യുണീക്നെസ് അതിലുണ്ടാവും. കൺവെൻഷൻ രീതിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഹെയർ കെട്ടി വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു സാരിക്ക് കോംപ്ലിമെൻ്റ് ആയി പോയേനെ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ബ്രൈഡിൻ്റെ ഇഷ്ടമാണ്. ഹെയർ ഓപ്പൺ ആക്കി ഇടാനായിരിക്കും ബ്രൈഡിന് ഇഷ്ടം. അപ്പോൾ അതാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. ബ്രൈഡിൻ്റെ മാത്രം ചോയ്സാണ്. അവരുടെ ബിഗ് ഡേ അല്ലെങ്കിൽ
വെഡ്ഡിങ് ഡേയിൽ അവർ എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത്. അപ്പോൾ മേ ബി ആൾ കുറച്ച് തിന്നായതുകൊണ്ട് തന്നെ ഈ ഒരു സാരി ഒത്തിരി നമുക്ക് ഇതുപോലത്തെ സാരികൾ കൂടുതൽ ടൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അയൺ ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ പ്രസ് ചെയ്യാനോ അയൺ ചെയ്യാനോ കൂടുതൽ പിന്നൊക്കെ യൂസ് ചെയ്യുന്നത് ആ സാരീനെ ഡാമേജ് ആക്കും. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കും ആ ഒരു ഫ്രണ്ട് പ്ലീറ്റ്സ് കുറേ വന്നപ്പോൾ അതിനെ അയൺ ചെയ്ത് ഒതുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ വരുമ്പോഴേക്കും ഫുൾ ഓവറോൾ ഇപ്പം എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ ലുക്കേ ആളുകൾക്ക് അത്ര ഇഷ്ടമില്ല. അതിൻ്റെ കൂടെ ഹെയറും അതുപോലെ സാരിയും കുറച്ചങ്ങനെ ഡ്രേപ്പ് ചെയ്തതിൻ്റെ പ്രശ്നമല്ല, ശരിക്കും ആ സാരി കുറച്ച് ഫ്ലഫി ആയിട്ട് നിൽക്കുന്നതാണ്. നമുക്കത് അയൺ ചെയ്ത് ഒതുക്കാൻ അയൺ ചെയ്യാൻ പാടില്ലാത്തൊരു സാരി ആയിരിക്കണം മേ ബി അത്. അപ്പോൾ അതും കൂടി വന്നപ്പോഴായിരിക്കും കുറേ കൂടെ നെഗറ്റീവ്സ് വന്നത്. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സൂപ്പർ ആയിട്ടുള്ള എലഗൻ ലുക്ക് തന്നെ, എലഗൻ സാരിയാണ്, അടിപൊളിയായിട്ടുള്ള ഒരു യുണീക്ക് സാരിയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇത്രയും നെഗറ്റീവ് കമൻസ് വന്നതുകൊണ്ട് എനിക്കൊരു സിമിലർ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടമാവുന്നുള്ളവർ പേസ്റ്റിൽ തന്നെ എടുക്കുക. ശരിക്കും നമുക്കൊരു യുണീക്നെസ് നമ്മുടെ ഒരു ലുക്കിൽ ഉണ്ടാവും. ഇനി വെഡ്ഡിങ്ങിൽ സാരി പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് ടിപ്സ് ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വെഡ്ഡിങ്ങിന് സാരി എടുക്കുമ്പോൾ ഒരു 1-1.5 മാസം മുന്നെങ്കിലും എടുത്ത് വെക്കാനായിട്ട് നോക്കുക. കാരണം നമുക്ക് ഹറിബറി എന്ന് പറഞ്ഞ് എടുക്കുമ്പോഴായിരിക്കും കുറേ മിസ്റ്റേക്സ് പറ്റുന്നത്. 1 മാസം മുന്നെങ്കിലും സാരി എടുത്ത് ബ്ലൗസൊക്കെ തയ്പ്പിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ 1 മാസം മുന്നേക്ക് എടുക്കുമ്പോൾ നമുക്കത് ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ സാരി നേരത്തെ എടുത്ത് വെക്കാനായിട്ട് നോക്കുക. ഒത്തിരി നമ്മൾ നേരത്തെ എടുക്കേണ്ട കാര്യമില്ല, 4-5 മാസം മുന്നേ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ട്രെൻഡൊക്കെ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത്രയും മുന്നേ എടുത്ത് വെച്ച് ചിലപ്പോൾ ട്രെൻഡ് മാറിപ്പോകും. അപ്പോൾ ഒരു 1-1.5 മാസം മുന്നേ എടുത്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ സെക്കൻഡ് ഒരു ടിപ്പ് എന്ന് പറയുന്നത്, എനിക്ക് പറ്റിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. ഇപ്പോൾ ഞാനൊക്കെ സാരി എടുത്തത് ഏകദേശം 1 മാസം മുന്നേ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ സാരി എടുത്തത് കുറച്ച് ദൂരെ നിന്നാണ്. അപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ സാരി എടുക്കാനായിട്ട് പോകുമ്പോഴേക്കും അവിടുത്തെ ലൈറ്റിങ്ങിൽ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ സാരി എടുത്ത് അതിനെ ഡേ ലൈറ്റിലൊന്ന് കാണിക്കുമ്പോഴേ നമുക്ക് ശരിക്കും അത് എന്ത് കളറാണ്, അതിൻ്റെ ചെറിയ വർക്കും അതിൻ്റെ വർക്കിൻ്റെ കളർക്ക് എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മൾ കടകളിൽ സെറ്റ് ചെയ്തേക്കുന്ന ലൈറ്റ് അങ്ങനത്തെയാണ്, നമുക്ക് എല്ലാം കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ലൈറ്റ്സ് ആണ്. അപ്പോൾ ഏത് സാരി, ഇപ്പം മോശം സാരിയായാലും നല്ല സാരിയിൽ എടുക്കുമ്പോൾ നല്ല ആ ഒരു ലൈറ്റിൻ്റെ അണ്ടറിൽ സൂപ്പറായിട്ട് തോന്നും. പക്ഷേ ഡേ ലൈറ്റിൽ വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കളർ നമുക്ക് മനസ്സിലാവുക. എനിക്ക് പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു മിസ്റ്റേക്കാണ്. പക്ഷേ സാരി മോശം എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കളർ അല്ലായിരുന്നു അത് ആ ഒരു ലൈറ്റിൽ നിന്ന് ഡേ ലൈറ്റിലേക്ക് വന്നപ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുമോ നിങ്ങൾ. സാരി എടുത്തിട്ട് അതിന് ഡേ ലൈറ്റിൽ പറ്റുമെങ്കിൽ എന്തായാലും ഒന്ന് നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ എനിക്ക് ആ ഒരു സാരി റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ദൂരെ ആലപ്പുഴയിൽ നിന്നായിരുന്നു സാരി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് അത് റീപ്ലേസ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമത്തെ ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, സാരി പർച്ചേസ് ചെയ്യാൻ പോകുന്നതിൻ്റെ അന്ന് കുറച്ചൊന്ന് ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പ് ഒക്കെ ഇട്ട് പോകുന്നതായിരിക്കും നല്ലത്. വെറുതെ ഇങ്ങനെ റോ ഫേസ് ആയിട്ട് ഒരു ജീൻസും ടോപ്പും ഇട്ട് പോകുന്നേക്കാളും ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കണ്ണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ അവിടെ ചെന്ന് സാരി നമ്മൾ അദ്ദേഹത്തെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മേക്കപ്പുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ സാരി മാച്ച് ആവുന്നോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ. അല്ലാതെ നമ്മൾ റോ ഫേസ് ആയിട്ട് പോകുമ്പോഴേക്കും എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ സാരി എടുത്ത് വെക്കുമ്പോൾ ആ സാരി അങ്ങ് ഓവർഗ്ലോ ആയിട്ട് നിൽക്കും, നമ്മുടെ സ്കിന്ന് ടോൺ അങ്ങ് ഡിമ്മായി പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് തോന്നി ഈ സാരി നമുക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി വയ്ക്കും. ആ സാരി ചിലപ്പോൾ അടിപൊളി സാരി ആയിരുന്നിരിക്കാം, പക്ഷെ നമ്മുടെ സ്കിൻ ടോണിൽ മാച്ച് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെക്കും. പക്ഷെ ഒരു കാര്യം ഓക്കെ ഉണ്ട്, നമ്മളെ സ്കിൻ ടോൺ എന്നൊക്കെ പറയുമ്പോൾ സ്കിൻ ടോൺ അല്ല ശരിക്കും ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ എന്തായാലും വെഡിങ്ങിന് മേക്കപ്പ് നന്നായിട്ട് ഇടും. അപ്പോൾ എങ്ങനെയുള്ള സാരി ആയാലും നമുക്കത് മാച്ചായി പോകും. അതുകൊണ്ട് സ്കിൻ ടോൺ അനുസരിച്ചുള്ള സാരി ഞാൻ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു നാലാമത്തെ ടിപ്പായിട്ട് പറയാനുള്ള, ഒരു പ്രീസെറ്റ് ചെയ്തിട്ട് ഒരു കളർ സെറ്റ് ചെയ്തിട്ട് പോകുന്നേക്കാളും നമ്മൾ ആ ഒരു കടയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാരികൾ നോക്കാം. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു കളർ സെറ്റ് ചെയ്തിട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഒത്തിരി അന്വേഷിച്ച് നടക്കേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിച്ച ഷെയ്ഡ് കിട്ടിയെന്നും വരില്ല. അപ്പോൾ കളർ ഉണ്ടെങ്കിൽ അത് മനസ്സിലിരിക്കുന്നോട്ടെ, പക്ഷേ എല്ലാ കളറുകളും നോക്കുക. എല്ലാം നമ്മുടെ എല്ലാ ബേസിക് കളേഴ്സിലും പല ആയിരക്കണക്കിന് ഷെയ്ഡുകളുണ്ട്. ഇപ്പോൾ ഒരു ബ്ലൂ എടുത്തു കഴിഞ്ഞാൽ ബ്ലൂവിൻ്റെ തന്നെ ഒരു 1000കണക്കിന് ഷെയ്ഡ് വേറെയുണ്ട്. അപ്പോൾ ഒരു കളർ പ്രീസെറ്റ് ചെയ്തിട്ട് പോകണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റാലിക് കോപ്പർ
അങ്ങനത്തെ ഒരു കളറൊക്കെ ആയിരുന്നു മനസ്സിൽ കണ്ടിട്ട് പോയത്. പക്ഷെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു പീച്ച് ഷെയ്ഡായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നല്ലൊരു സാരി, നല്ലൊരു കളർ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ മനസ്സിൽ കണ്ടിട്ട് പോവാം. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം നമ്മൾ പോലും വിചാരിക്കാത്ത അടിപൊളി കളേഴ്സ് ഉണ്ട്, ഇഷ്ടംമാതിരി കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കളേഴ്സും സെലക്ട് ചെയ്തെടുക്കാമല്ലോ. ഒരു കളർ സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്നേക്കാളും നമ്മൾ അങ്ങനെ ഒരു പ്രീ ഒക്കുപൈഡ് ആയിട്ടുള്ള ഒരു മൈൻഡായിട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചിലർ ഇപ്പോൾ സാരി ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ സാരി ഒക്കെ നെയ്യിപ്പിച്ചെടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഒക്കെ അവർക്ക് തന്നെ സെലക്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഓൾറെഡി ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സാരി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ സാരി എടുക്കുമ്പോഴേക്കും കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരികൾ എടുക്കാനായിട്ട് നോക്കുക. ലൈറ്റ് വെയിറ്റ് സാരിക്കാണ് കൂടുതൽ റേറ്റ് വരുന്നതും. അപ്പോൾ ലൈറ്റ് വെയിറ്റ് സാരികളായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ കൂടുതലും പണ്ടൊക്കെ ഈ ഒരു 2017-18 ആ ഒരു സമയത്തൊക്കെ ബ്രൊക്കേഡ് സാരികളായിരുന്നു കൂടുതലുണ്ട്. ഇപ്പോൾ കൂടുതലും കാഞ്ചീപുരം സാരീസ്, കാഞ്ചീപുരം സിൽക്ക് അല്ലെങ്കിൽ ടിഷ്യൂ കാഞ്ചീപുരം ഒക്കെയാണ് കൂടുതൽ എടുക്കുന്നത്. അതൊക്കെ ആകുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റുമാണ്, എന്നാൽ ഭയങ്കര ഒരു ഷൈനിങ്ങും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സാരികളാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്യാരി ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും, നമ്മൾ നല്ല കംഫർട്ടബിളും ആയിരിക്കും കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് സാരി എടുത്തതിന് ശേഷം ഓർണമെന്റ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓർണമെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ സാരി പോയി എടുക്കുമ്പോഴേക്കും അതുമായിട്ട് മാച്ച് ആവുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുത്ത ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ ആ ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോകേണ്ടൊക്കെ വരും. അപ്പം അതിനേക്കാളും ഏറ്റവും നല്ലത് സാരി എടുത്തതിന് ശേഷം നമ്മൾ ഓർണമെന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മാച്ച് ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സാരിയുടെ ഏതെങ്കിലും ഒരു മാലയോ ഹാരോ എന്തെങ്കിലും കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പം നമ്മൾ ഫുള്ളായിട്ടുള്ളൊരു ഗോൾഡൻ സാരിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള ജ്വല്ലറി, അതായത് കേരള ഗോൾഡ് അറിയാമല്ലോ, കുറച്ച് യെല്ലോയിഷ് ആയിട്ടുള്ളൊരു ഗോൾഡാണ്. അപ്പോൾ അത് കുറച്ച് വിയേർഡ് ലുക്കായിരിക്കും വരുന്നത്. അപ്പം നിങ്ങളെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറീസ് എടുക്കാനായിട്ട് നോക്കാം. ഈ ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഗോൾഡും ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റെൻ്റൽ ജ്വല്ലറിയോ ഇമിറ്റേഷൻ ജ്വല്ലറി എന്താണെങ്കിലും ആവാട്ടോ. പക്ഷേ നമ്മൾ പേസ്റ്റിലായാലും ഏത് കളറ് സാരി ആണെങ്കിലും അതിൽ കുറച്ച് കോൺട്രാസ്റ്റ് ലുക്ക് വരുന്ന ജ്വല്ലറീസ് എടുക്കാനായിട്ട് നോക്കുക. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ പേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ സ്റ്റോണൊക്കെ വരുന്ന ജ്വല്ലറി ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ദിയ കൃഷ്ണയുടെ ജ്വല്ലറീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ജ്വല്ലറീസ് ആയിരുന്നു. ആ ഒരു സാരിക്ക്, ഒരു പേസ്റ്റൽ ഷെയ്ഡ് സാരിക്ക് ഏറ്റവും നല്ല മാച്ചായി പോകുന്ന ജ്വല്ലറീസ് ആയിരുന്നു ഒരു എമറാൾഡ് ഗ്രീൻ ജ്വല്ലറി. എമറാൾഡ് ഗ്രീൻ ഓൾമോസ്റ്റ് എല്ലാ സാരികളുടെ കൂടെയും മാച്ചായി പോകുന്നതാണ്. അപ്പോൾ എപ്പോഴും സാരിക്ക് എന്താ പറയുക കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറീസ് എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് സാരി ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും നമ്മൾ ആ കടയിൽ പോയി ആ സാരി ഡ്രേപ്പ് ചെയ്ത് തന്നെ നോക്കി മേടിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ എല്ലാ ടെക്സ്റ്റൈൽസിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഡ്രേപ്പ് ചെയ്ത് തന്നെ നമ്മളത് കണ്ട് നമ്മൾ ഡ്രേപ്പ് ചെയ്ത് നമുക്കത് ഇണങ്ങുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കി തന്നെ വാങ്ങാം കേട്ടോ. ഹർബറിന്ന് പോയി സാരി എടുക്കരുത്, കുറച്ച് സമയം എടുത്ത് തന്നെ സാരി എടുക്കുക. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ബ്രൈഡാണ്, ബ്രൈഡിൻ്റെ ഒരു ചോയ്സിനനുസരിച്ച് സാരികൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മളെ കൂടെ ഒരു പിയർ പ്രഷറിൻ്റെ അണ്ടറിൽ നിന്നിട്ട് ഒരിക്കലും സാരി എടുക്കരുത്. നമ്മുടെ മനസ്സിൽ ഏതാണോ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് നമുക്ക് ചേരുന്നത് ഏതാണോ ആ ഒരു സാരി എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ബ്രൈഡിൻ്റെ ചോയ്സാണ്, ബ്രൈഡ് ആ ഒരു ബിഗ് ഡേയിൽ ഏതൊരു സാരി എടുക്കണമെന്നുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ ഫാമിലി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് വരുത്താതെ നമുക്ക് സജഷൻസ് ചോദിക്കാം. പക്ഷേ ശരിക്കും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു സാരി സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ വെഡിങ് ഫോട്ടോസും ആൽബംസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു സാരി വേണ്ടായിരുന്നു, മറ്റൊരു സാരി എടുക്കായിരുന്നു നമുക്ക് തന്നെ തോന്നി, നമ്മൾ തന്നെ റിഗ്രറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ള സാരികൾ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെഡിങ് സാരി പർച്ചേസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ദിയകൃഷ്ണൻ്റെ ആ ഒരു വെഡിങ് ലുക്ക് കണ്ടിട്ട് ഇത്രയും അധികം എന്താ പറയുക അടിപൊളി സാരി, ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വെഡിങ് സാരി പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ മനസ്സിൽ ഒന്ന് കുറിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.